പ്ലീസ് കെഡ്മി മദറീനോസ് നൈറ്റ് റീഡിംഗ്. നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള വ്യക്തി ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. പ്ലീസ് കെഡ്മി മദറീനോസ് ഈ രാത്രിയിൽ. പ്ലീസ് കെഡ്മി മദറീനോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള വ്യക്തി എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നോക്കാം. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായി കാർഡ്സിന് നൽകിക്കൊണ്ട് കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു നഷ്ടബോധത്തിൻ്റെ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ആ ഒരു വേദനയെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. പ്ലീസ് കെഡ്മി മദറീനോസ് എന്തുകൊണ്ടാണ് 5 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്. ഓക്കെ തീർച്ചയായിട്ടും ഇവിടെ ചിന്തകൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് നശിപ്പിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ ഒന്നുകിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ തെറ്റിദ്ധാരണയായിരിക്കാം. റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥകൾ പോകുന്നുണ്ട്. രണ്ടുപേരുടെ ഇടയിലും ഈ ഒരു തെറ്റിദ്ധാരണ കടന്നുകൂടിയതായി കാണുന്നുണ്ട്. ഒരു പക്ഷേ ഏതെങ്കിലും തേർഡ് പാർട്ടികളായിരിക്കാം നിങ്ങളുടെ ഇടയിൽ ആവശ്യമില്ലാത്ത ട്രസ്റ്റ് ഇഷ്യൂസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ അപ്പം ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ പെയിൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ ഇതൊരു പക്ഷേ നിങ്ങളുടെ എനർജിയും ആയിരിക്കാം. ഓക്കെ ഒരു മിററിംഗ് പോലെ നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സണും അനുഭവിക്കുന്നത്. ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് അതും ഏകദേശം ഇതുപോലെയുള്ള ഒരു എനർജി തന്നെയാണ്. 10 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. സ്ട്രഗിൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോ വിഷമങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒക്കെ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളോ വിവാഹത്തിൻ്റെ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കാം. ഈ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഓക്കെ ആളിന് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ കടന്നു വരുന്നുണ്ട്. ഓക്കെ ചില സമയങ്ങളിൽ ആളിന് നിങ്ങളോട് ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട്. ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിലുള്ള വികാരം എന്താണെന്ന് അവർക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളോടുള്ള സ്നേഹമാണോ അതോ വെറുപ്പാണോ ദേഷ്യമാണോ എന്താണ് എന്നൊന്നും അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. ആകെ വറീഡായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ കുറച്ച് സമയം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മറ്റൊന്നിനുമല്ല, ഒരു സ്വയം ഹീലാകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മൈൻഡിൽ എന്താണ് തീരുമാനം എന്നുള്ളതിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സിന് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അവരെ ഒന്ന് ശല്യം ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഹോപ്പൺ അപ്പോൺ പറയുക. ഓക്കെ ഐ എം സോറി, ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഇത് പറഞ്ഞുകൊണ്ട് അവരെ റിലീസ് ചെയ്യുക. എല്ലാവരുടെ എനർജിയല്ല, നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ള വ്യക്തികളുടെ എനർജിയാണ്, അല്ലെങ്കിൽ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന എനർജിയിലുള്ളവരുടെയാണ് കാണിക്കുന്നത്. ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ പാർട്ട്ണർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക. തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തന്നെ വരും. നിങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവർ ഇത്രയും പെയിൻ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് കുറച്ച് സമയം കൊടുക്കുക, റിലാക്സ് ആകട്ടെ, തിരിച്ചു വരും. ഓക്കെ ഗോഡ് ബ്ലസ് യു. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.